ഹലോ എല്ലാവരുടെയും കണ്ണിനും മനസ്സിനും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്താണെന്നറിയാമോ, ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ്. നമ്മുടെ നാട്ടിൻപുറത്തിലെ വീടുകളിലൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നൊരു ചെടിയാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ അന്നൊന്നും നിങ്ങൾക്ക് ഇതിന് എത്ര ഭംഗി ഉണ്ടായിരുന്നതായിട്ട് ചിലപ്പോൾ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വളർത്തേണ്ട രീതിയിൽ സെറ്റ് ചെയ്യേണ്ട രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനെ എല്ലാ ദിവസവും പൂക്കൾ തരുന്ന അതിമനോഹരമാക്കി വെക്കുന്ന ഒരു അടിപൊളി ചെടിയാണിത്. കണ്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയുള്ള കാര്യങ്ങളാണെന്നും ഞാൻ പറഞ്ഞു തരാം. ശരിക്കും ഇത് പല കളറുകളുണ്ട് കേട്ടോ. ചെങ്കൽ കളറുണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, ചുമപ്പുണ്ട്. ഞാനിപ്പോൾ 2 കളറുകളുടെ കോമ്പിനേഷനിൽ തീർത്തിരിക്കുന്ന ഒരു മതിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മതിൽ പോലെ വെച്ചേക്കുക. മതിലിന് പകരം ഈ ചെടി അതിമനോഹരമായിട്ട് വളർത്തി ഇതൊരു പൂമതിലാക്കി വെച്ചേക്കുവാണ് കേട്ടോ. അടിപൊളി ഒരു പൂമതിൽ. ശരിക്കും നമുക്ക് കണ്ട് നിന്നാൽ കണ്ട് നിൽക്കാൻ തോന്നുന്നൊരു മതിലാണ്. ശരിക്കും എന്താ പറയുന്നത്, ഈ പൂവിൻ്റെ അറ്റം വന്നിട്ട് വിരിയുന്നതിന് മുന്നേ ബലൂൺ പോലെയാണ് ഇരിക്കുന്നത്. ഈ ബലൂൺ പോലെ ഇരിക്കുന്നത് നമ്മൾ തട്ടുമ്പോൾ പൊട്ടും. അങ്ങനെ പൊട്ടുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ഒരു സുഖം. അതുകൊണ്ടായിരിക്കണം ഇതിന് ഫയർ ക്രാക്കർ പ്ലാന്റ് എന്നൊരു പേര് വന്നിരിക്കുന്നത്. അമേസിങ് ആയിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അത് മാത്രമല്ല വർഷം മുഴുവൻ പൂക്കൾ തരും കേട്ടോ. ഇത് ഒരിക്കലും ഇതിൽ പൂക്കളില്ലാതിരിക്കില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൂമതിലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും വർഷത്തിൽ മുഴുവൻ അതൊരു പൂമതിൽ തന്നെ ആയിരിക്കും. അത്രത്തോളം പൂക്കൾ എല്ലാ ദിവസവും വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണിത്. പല കളറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ എന്നും പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളർത്താൻ പറ്റുന്നൊരു ചെടിയാണിത്. നിലത്ത് വളർത്താം, അതുപോലെ ചട്ടിയിൽ വളർത്താം, ഹാങ്ങിങ്ങായി വളർത്താം, ആർച്ചൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ആർച്ചിലേക്ക് പടർത്തി വിടാം. അങ്ങനെ ഒരു ചെടിയാണ്. ചെറുതിലേ പൂക്കും കേട്ടോ. ചെറിയ തൈകൾ തന്നെ പൂത്ത് തുടങ്ങുന്നതാണ്. നല്ല രസമായിട്ട് ഈ ഒരു പൂമതിൽ കെട്ടിയിട്ടുണ്ടല്ലേ, പൂമതിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും പണ്ടത്തെ കാലത്ത് വേലികളായിരുന്നു എല്ലാ സ്ഥലത്തും. പിന്നെ അത് കോൺക്രീറ്റ് മതിലുകൾക്കൊക്കെ വഴിമാറി. ശരിക്കും പറഞ്ഞാൽ ഞാൻ മതിലിനൊക്കെ എതിരാണ് കേട്ടോ. മതിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലത്തെ പൂമതിലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിലൊക്കെ തിരിക്കാൻ പറ്റിയ എന്ത് രസമായിരിക്കുമല്ലോ. കാണുന്നവർക്കും പോകുന്നവർക്കും നിൽക്കുന്നവർക്കും ഒക്കെ എന്ത് സമാധാനവും സന്തോഷമായിരിക്കും അല്ലേ. ശരിക്കും ഈ ചെടി നടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കെയറിങ് ഒന്നും കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ്, നന്നായിട്ട് പൂക്കൾ തരുന്നൊരു ചെടിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് മാത്രം ഈ പ്ലാന്റ് വെക്കുക. എങ്കിൽ മാത്രമേ ഈ ചെടി ഇത്രത്തോളം പൂക്കുള്ളൂ. നമ്മൾ തണലത്താണിത് കൊണ്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പൂ വരില്ല. എന്തൊക്കെ വളം ചെയ്താലും പൂ വരില്ല. എത്രയൊക്കെ വളം നിങ്ങൾ ഇട്ടാലും ചെടി വളരുമെന്നല്ലാണ്ട് പൂ വരില്ല. ഒരു വളവും ഇട്ടിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ദിവസം 4 ദിവസം 6 ദിവസം വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ ചെടിക്ക് യാതൊരു കുലുക്കവും വരില്ല, യാതൊരു കേടും വരില്ല. നന്നായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കും. നല്ല രസമായിട്ട് നമുക്ക് ഇപ്പോൾ ചട്ടിയിലാണെങ്കിൽ തന്നെ ഈ 3-4 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഒന്നും വരില്ല. നമുക്ക് എവിടെ വേണേലും പുറത്ത് പോയി യാത്ര പോയൊക്കെ വരാം. തറയിലാണെങ്കിൽ അതും പേടിക്കാനില്ല, ഒരു പ്രശ്നമില്ല, നന്നായിട്ട് നിന്നോളൂ. അപ്പോൾ വളരെ ചെടികൾ എപ്പോഴും കെയർ ചെയ്യാൻ പറ്റാത്തവർക്ക്, ഗാർഡൻ നിറയെ പൂക്കൾ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരിതാണ്. ഇത് കണ്ടോ, ഇതൊരു പൂമതിലാണ്. ശരിക്കും ഇതൊരു മതിലാണ്. ഇവിടെ വേണമെങ്കിൽ ഒരു മതിൽ കെട്ടായിരുന്നു. പക്ഷേ മതിൽ കെട്ടുന്നതിന് പകരം കൃത്യമായിട്ട് ഈ ചെടി വെച്ചിട്ടൊരു മതിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്താ ഭംഗിയെന്ന് നോക്കി, എന്താ രസമെന്ന് നോക്കി ആരായിരുന്നാലും ഒന്ന് നോക്കിപ്പോവും. അത്രയ്ക്കും ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വളമെന്ന് വെച്ചാൽ സാധാരണ ചാണകവളം മാത്രം മതിയാവും ഇത് നന്നായിട്ട് വളരാം. പിന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ കഴിയുമ്പോൾ ഇതിൽ ചെറിയ വിത്തുകൾ ഉണ്ടാവും. ആ വിത്തുകൾ എടുത്തിട്ട് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കമ്പ് വെട്ടി വെച്ചും തൈ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൽ തൈ ഉണ്ടാക്കിയെടുക്കാനുള്ള എളുപ്പ വഴി എന്താ വെച്ചാൽ, ഇതിൻ്റെ ഈ ശിഖരങ്ങളെ താഴോട്ട് ഇങ്ങനെ വീണ് കിടക്കില്ലേ, അത് നമ്മുടെ മണ്ണിൽ മുട്ടിക്കിടക്കുമ്പോൾ അത് ആ മണ്ണിൽ മുട്ടിക്കിടക്കുന്ന ഭാഗത്ത് വെള്ളം കൂടെ വീടുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണിലേക്ക് ഇതിൻ്റെ വേരുകൾ ഇറങ്ങുന്നത് കാണാം. വേരുകൾ ഇറങ്ങി കഴിയുമ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ തൈ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ അടിപൊളിയായിട്ട് വിരിയുന്ന ഒരു ചെടിയാണിത്, ഈ ഫയർ ക്രാക്കർ എന്ന് പറയുന്നത്. ഫയർ ക്രാക്കർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ ഫയർ ക്രാക്കറിന് വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ പേര് കൂടെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ചെടി ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോം ത്രൂ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ത്രൂ ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.